നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലുള്ള എപ്പോഴും നമ്മൾ പോകുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റിന് പോകാറുണ്ട്. എന്താണ് കൊടിയേറ്റ്? ഉത്സവം തുടങ്ങുന്നത് മുളയിടൽ, കൊടിയേറ്റ് എന്നീ രണ്ട് ചടങ്ങുകളിലൂടെയാണ്. ഉത്സവം ദേവചൈതന്യത്തെ ഉണർത്തി വളർത്തുന്ന പ്രക്രിയയാണ്. ഉത്സവത്തിന് മുളയിടുന്നത് 16 പാലികകളിലാണ്. ഇവയിൽ മണ്ണിട്ട് പാലിൽ മുക്കിയ പലതരം ധാന്യങ്ങളുടെ വിത്തുകൾ ഇതിൽ മുളപ്പിക്കാനായിടുന്നു. ഇതിന് ഉത്സവം തീരുന്നതുവരെ നിത്യപൂജയുമുണ്ട്. 16 പാലികകൾ ചന്ദ്രൻ്റെ 16 കലകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ പാലികകളും അവയിലെ വിത്തുകളും എല്ലാം കൂടി ചന്ദ്രമണ്ഡലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അമൃതിൻ്റെ മണ്ഡലം. ഉത്സവത്തിലെ ക്രിയകളുടെ ഭാഗമായി ദേവത തുര്യാവസ്ഥ, അതായത് സമാധി അവസ്ഥയെ പ്രാപിക്കുമ്പോൾ ദേവതയ്ക്ക് യോഗനിദ്രയിലേക്കുള്ള സ്ഥാനമാണ് ഈ മുളപാലികകൾ. കൊടിയേറ്റം ഉത്സവത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്ന ചടങ്ങാണ്. പലതരത്തിലുള്ള അശുദ്ധികളിലൂടെ വന്നു ചേർന്ന ചൈതന്യക്ഷയത്തെ നീക്കിയതിനു ശേഷം പുനരുജ്ജീവിപ്പിക്കുന്നതാണ് ഉത്സവം. ദേഹശുദ്ധിയിൽ സാധകൻ ചെയ്യുന്നത് തൻ്റെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി തൻ്റെ തന്നെ ശരീരത്തിലെ അശുദ്ധികളെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേവതയുടെ ശരീരമാണ് ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ ദേവതയുടെ കുണ്ടലിനിയത്തെ ഉണർത്തിയാൽ മതി. പുറത്തെ ബലിവട്ടത്തിലാണ് കൊടിമരം. ആചാരപ്രകാരം ഒരു കവുങ്ങിൻ തടി നാട്ടിയാൽ മതിയാവും കൊടിയേറ്റത്തിന്. എന്നാൽ വലിയ ക്ഷേത്രങ്ങളിൽ സ്ഥിരം കൊടിമരമുണ്ടാകും. ഇത് സൗകര്യത്തിനും അലങ്കാര ഭംഗിക്കുമായിട്ടാണ്. പുറത്തെ ബലിവട്ടത്തിൽ വലിയ ബലിക്കലിന് പുറത്തായി വരുന്ന കൊടിമരം മൂലാധാരത്തിൻ്റെ സ്ഥാനത്താണ്. വലിയ ബലിക്കല് ക്ഷേത്രമാകുന്ന ദേവതയുടെ അരക്കെട്ടിൻ്റെ സ്ഥാനത്തും. കൊടിമരം ദേവതയുടെ നട്ടെല്ലാണ്, മേരുദണ്ഡം. അതിലൂടെ കൊടി ഉയർത്തുകയെന്നാൽ കുണ്ടലിനി ശക്തിയെ താഴെയുള്ള മൂലാധാരത്തു നിന്നും മുകളിലുള്ള സഹസ്രാരത്തിലേക്ക് ഉയർത്തുക. ഈ അവസ്ഥയിൽ ദേവതയ്ക്കായി വാഹനവും പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും കൊടിമരത്തിന് മുകളിൽ. മറ്റ് രണ്ട് മുഖ്യ നാഡികളായ ഇട, പിങ്കള, ആലിൻ്റെയും മാവിൻ്റെയും ശാഖകളുടെ രൂപത്തിൽ ഇവയെയും കൊടിമരത്തിൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ടാവും. കൊടിക്കൂറയിൽ ഒരു മണിയും കെട്ടിയിട്ടുണ്ടാവും. കുണ്ടലിനി ഉണർത്തുന്ന അവസ്ഥയിൽ സാധകൻ കേൾക്കുന്ന ക്ഷിണി, ചിഞ്ചിണി തുടങ്ങിയ നാദങ്ങളിൽ ഉൾപ്പെട്ട മണിനാദത്തിനു വേണ്ടിയിട്ടാണ്. പതാക അഗ്നി, അതിൻ്റെ നിറവും അഗ്രഭാഗത്തിലുള്ള ത്രികോണ ആകൃതിയും അഗ്നിയുടേതാണ്. കയറ് വായു, വായുവിൻ്റെ ഗുണമാണ് സഞ്ചാരം. അതുകൊണ്ട് കയറ് വായുവിനെ സൂചിപ്പിക്കുന്നു. പ്രാണാധിവായുക്കളുടെ സഹായത്തോടെ അഗ്നിയായ കുണ്ടലിനി ചൈതന്യം മേരുദണ്ഡിലൂടെ മുകളിലേക്ക് ഉയർത്തുക. ഇതാണ് കൊടിയേറ്റം. എല്ലാവർക്കും മഹാദേവൻ്റെ കൃപാകടാക്ഷമുണ്ടാകട്ടെ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.